ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നൊരു ചെറിയ ഈദ് വ്ളോഗ് അയച്ചാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഈദ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ തലേത്തെ ദിവസം വേറെ തന്നെ ഒരു ഫീലല്ലേ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പടക്കം പൊട്ടിക്കലും പിന്നെ മൈലാഞ്ചിടലും ഒക്കെയും കൊണ്ട് അടിപൊളിയാട്ടോ. തലേ ദിവസം ഉറങ്ങാൻ തന്നെ നന്നേ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പടക്കം പൊട്ടിക്കുന്നതല്ല, ഈ കമ്പിത്തിരി, പൂക്കുറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടേനു. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് എന്തായാലും കമ്പിത്തിരി ആയിരിക്കുമല്ലോ. അവർക്ക് കത്തിക്കാനും പിടിക്കാനും ഒക്കെ ഈസി അത് തന്നെ ആയിരിക്കും. ഞങ്ങളുടെ അവിടെ അത് തന്നെയാട്ടോ എല്ലാവർക്കും ഇഷ്ടം. പെരുന്നാൾ തലേന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വൈബാട്ടാ, അടിപൊളിയാണ്. കത്തിച്ചോ അയച്ചെടുത്തോ. ശരിക്ക് ആകെ മൊത്തം പുകകൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ കത്തിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കും കൂടി കത്തിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടേനു. നല്ല ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക, എപ്പോഴൊന്നും പടക്കങ്ങളൊന്നും വാങ്ങുന്നില്ല. എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാകുമ്പോൾ എല്ലാവരും അടിപൊളിയാട്ടോ. ഇങ്ങോട്ടേക്ക് വരുമോ? ആ ഇതുപോലത്തെ ഷോർട്സ് അടിപൊളിയാട്ടോ, കാണാൻ തന്നെ നല്ല ഉണ്ടായിരുന്നു. ആ പൊട്ടുന്ന കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാട്ടോ, അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനു. തിരിക്കണ്ടേ അതിന്റെ തീർന്നു. അങ്ങനെ പിന്നെ ഈ പടക്കം പൊട്ടിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം സമയം 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേനു. അപ്പോൾ അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ രാത്രി തന്നെ കേട്ടോ ഉള്ളിൻ്റെ തോല് പൊളിക്കലും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെക്കലും, എന്നിട്ട് പകൽ അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മൈലാഞ്ചി ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. പിന്നെ പെരുന്നാൾക്ക് എന്തായാലും മൈലാഞ്ചി ഇടണമല്ലോ. അപ്പോൾ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഈ ഒരു സിമ്പിൾ ഡിസൈൻ കണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊരു കയ്യിലിട്ടു. ഇപ്പുറത്തെ കയ്യിൽ ഹസ്ബൻഡ് തന്നെ ഇട്ട് നിൽച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പെരുന്നാളിൻ്റെ ദിവസം എത്തിയിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ രാവിലെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് ചോന്നിനൊന്നല്ലേ. അങ്ങനെ തന്നെ ആട്ടോ ഞാനും ചെയ്തത്, അടിപൊളിയായി ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ മോന് പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സ്. 7 മണിക്കായിരുന്നു ഞങ്ങളുടെ അവിടെ നിസ്കാരം ഉണ്ടായത്. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ചിരി കിട്ടോ. അപ്പോഴേക്ക് രാവിലത്തെ നാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ടേനു. അടുപ്പത്ത് ഇതാ ബീഫ് ബിരിയാണിൻ്റെ മസാലയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ വേപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് വരുന്നത്. ഒരു ബ്ലൂ കളർ സെൽവാറാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്, സ്റ്റിച്ച് ചെയ്താട്ടോ ഈ മെറ്റീരിയൽ. അങ്ങനെ ഇത് കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ പള്ളിയിൽ പോയാലൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല ഉറക്ക് തൂങ്ങിച്ചാട്ടോ വരുന്നത്. ഒന്നാമത് രാത്രി നൈറ്റ് കിടക്കാൻ വേണ്ടി നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 മണി അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടേനു. പിന്നെ 6 മണിയാകുമ്പോൾ എണീക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഐജിക്ക് നല്ലോണം ഉറക്ക് വരുന്നുണ്ടേനു.
പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് നാസ്തയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയാകാൻ വേണ്ടി പോയി. കുടുംബ വീട്ടിലെല്ലാം എന്തായാലും പോവും, പെരുന്നാൾക്ക് എന്തായാലും പോവുമല്ലോ. അങ്ങനെ പോയിട്ടുണ്ടേനു. ഇത് ഐസീത പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടേനു. ഫസ്റ്റ് മേലെന്നാ ഇടുന്ന അമ്മൂനെ കൂട്ടുണ്ടല്ലോ. ആ എന്തെങ്കിലും വേണ്ടേ ഇടാന്. അവിടെ പിന്നെ ധർമ്മടത്താട്ടോ ഫസ്റ്റ് പോയത്. അവിടെ കുറേ വീടുണ്ടേനു. അങ്ങനെ ഓരോ വീട്ടിലായിട്ട് കയറി ഇറങ്ങലേനു. ഇപ്പം തന്നെ എന്താ പറയുക വേർത്തിട്ടൊരു വകി അയച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇവിടെ ഇത് ഫ്രൂട്ട് സാലഡ് ഉണ്ട്, അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ നല്ല അടിപൊളി ഫ്രൂട്ട് സാലഡ് എനിക്കും കിട്ടി. അത് ഞാനും കുടിച്ചിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടേനു. ഈ ദുബാറക്ക് ഇങ്ങോട്ട് പറ്റില്ലാലോ. ഈ ദുബാറക്ക് പെരുന്നാൾക്ക് പിന്നെ എല്ലാ വീട്ടിലേക്കൊന്ന് കയറി ഇറങ്ങും കേട്ടോ. ഈ ഒരു സമയം ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. അതുകൊണ്ട് ഭയങ്കര വെയിലേനു, നല്ല ചൂടുണ്ടേനു, വേർത്തിട്ടൊരു വക്കി അയച്ചിട്ടുണ്ടേനു. എന്നാലും കുഴപ്പമില്ല, പെരുന്നാൾക്ക് ഇങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. കസേരയെല്ലാം സെറ്റാക്കി ബായിലിടല്ലേ ജയ് മൈസൂർ പാക്ക് എന്നായേ. ഇവിടെ കുറച്ച് നോക്കിയാ കക്കിരിൻ്റെ എനിക്ക് മനസ്സിലായല്ല കക്കിരിൻ്റെ ആക്കോട്ടെ. കക്കിരി ജ്യൂസ്, സ്പെഷ്യൽ ജ്യൂസ്. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കക്കിരി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടേനു. ഇവിടെ ഫ്രൂട്ട് സാലഡാട്ടോ ഉണ്ടായത്. ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ നേരെ ഐസിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടേനു. ആളെനക്ക് ഉറപ്പായി ഇതിൻ്റെ ഐസ്ക്രീം മാത്രം നിന്നിട്ട് ഫ്രൂട്ട്സ് അവിടെ തന്നെ വെക്കുന്നു. അതുപോലെ തന്നെയാട്ടോ ഉണ്ടായത്. ഐസ്ക്രീം മാത്രം കഴിച്ചിട്ടുണ്ട്, ഫ്രൂട്ട് സാലഡ് ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് ആട്ടോ തന്നത്. ഇത് കുടിച്ചപ്പോൾ കുറച്ചൊരാശ്വാസമായി. ഈ ഒരു പെരുന്നാൾക്ക് ഭയങ്കര ചൂടേനു. ഇത്രയും ചൂടുള്ള നോമ്പിനും അതുപോലെ തന്നെ ഭയങ്കര ചൂടേനു. ഇപ്രാവശ്യം പെരുന്നാൾക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ടയേർഡായിട്ടുണ്ടേനു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്കാട്ടോ പോയത്. ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടേനു. കുറച്ച് ചിക്കൻ മാത്രം പൊരിക്കാനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. പെരുന്നാൾക്ക് പിന്നെ പായസം മസ്റ്റാന്നല്ലോ. അതുകൊണ്ട് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള സേമിയ പായസം ഉണ്ടേനു. ഐസിക്ക് പായസം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാട്ടാ. അങ്ങനെ ഇത് ഫുഡ് കഴിക്കുന്ന ടൈമായപ്പോൾ ഉമ്മ ഇത് ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളി സ്മെല്ലാട്ടോ. അന്നേരം നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പായസവും ഒക്കെ ഉണ്ടേനു. പെരുന്നാൾക്ക് ഏകദേശം എല്ലായിടത്തും ബീഫ് ബിരിയാണി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോഴേക്ക് ഇത് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ. ഫസ്റ്റ് തന്നെ നമ്മൾ ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നല്ല ബീഫ് മസാലയും ചമ്മന്തിയും ഒക്കെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് പിന്നെ കച്ചമ്പറും തൈരും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കൂടി കൊണ്ടുവച്ചപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഇരിക്കുക വേണ്ടു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലെ കുറച്ച് കുടുംബക്കാരുടെ അടുത്ത് കൂടി പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങും. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കലാന്ന്. പെരുന്നാളിൻ്റെ ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക രസമാട്ടോ അത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കന്നെ ഐസി നല്ലോണം ഉറങ്ങിയിട്ടുണ്ടേനു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവനെയും തട്ടിച്ചാട്ടോ പോയത്. പിന്നെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. എല്ലാ പെരുന്നാൾക്കും ഉച്ചക്കത്തെ ഫുഡ് ഹസ്ബൻഡിൻ്റെ വീട്ടിലും രാത്രിയത്തെ എൻ്റെ വീട്ടിൽ നിന്നാട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്നിതാ സ്പെഷ്യലായിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടേനു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഏകദേശം നല്ലോണം ക്ഷീണമായിട്ടുണ്ടേനും. ആ വെയിൽ കൊണ്ടും എല്ലായിടത്തും കയറിക്കീനല്ലോ, അതിൻ്റെയൊക്കെ ഫുള്ള് ടയേർഡായിട്ടേനും ഉണ്ടായത്. അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.